കണ്ടോലെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അയ്യോ, ഇനി എന്തു വേണം ശാരദാമ്മയുടെ മക്കൾക്ക്? ആൾക്കാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു കാരണമായി. രോഹിത്തെ, വിഷ്ണുവേട്ടൻ ആരോ മനഃപൂർവ്വം ചതിച്ചതാ. അല്ലാതെ വിഷ്ണുവേട്ടന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു മണ്ടത്തരം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നീ ഇങ്ങനെ പറയുള്ളൂ. അവൻ എത്ര കൊള്ളരുതായ്മ ചെയ്താലും നിന്റെയൊക്കെ മുന്നിലേ അവനൊരു മര്യാദരാവന. ആളെ മയക്കാനും പെണ്ണുങ്ങളെ സംസാരിച്ചു വീഴ്ത്താനും അവനെ കഴിഞ്ഞ ആളുള്ളൂ. രോഹിത്തെ, ഈ വീട് പോവെന്ന് വിചാരിച്ചായിരിക്കും അവൻ ഈ പണിക്കൊക്കെ ഇറങ്ങിയത്. എന്ത് പണിയെടുക്കാനും തയ്യാറായതിന്റെ പരിണിത ഫലമാ ഈ സ്പിരിറ്റ് കടത്തൽ. പാവം പിടിച്ച കമലൻ അവൻ പിടികൊടുത്തു. ഇല്ലെങ്കിൽ ഇവൻ അവനെ ബലിയാടാക്കും. പക്ഷേ പോലീസ് കമലിനെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടുമെന്ന് ആരും വിചാരിക്കണ്ട. വിഷ്ണുവിനെ അവര് പൊക്കും. കയ്യാമം വച്ച് സ്പിരിറ്റ് കന്യാസം തലയിൽ വെപ്പിച്ച് തെരുവിലൂടെ അവനെ നടത്തിക്കണം. എങ്കിലേ അവന്റെ അഹങ്കാരം അവനെയൊന്ന് പിടിവിട്ട് പോവുള്ളൂ. രോഹിത് ഇങ്ങനെയൊക്കെ തന്നെ പറയണം. ഒരുപാട് കാലം സ്വന്തം അനിയനെ പോലെ കൊണ്ടു നടന്ന ആളാ വിഷ്ണുവേട്ടൻ. അത് മറക്കണ്ട. അത് എന്തിനെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനെ ഒരു അനിയനെ പോലെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി പലത് ഒളിപ്പിക്കാൻ. എന്റെ അമ്മയുടെ മരണം, അതിന് പിന്നിലെ സത്യങ്ങള് എല്ലാം ഞാൻ ഓരോന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. എന്നായാലും അതിന്റെ യഥാർത്ഥ സത്യങ്ങളൊക്കെ ഞാനും അറിയും, തെളിയിക്കും ഞാൻ. അന്ന് അവന്റെ അവസാനമാ. അവൻ തീർന്നാ പിന്നെ നിന്റെ കുഞ്ഞേച്ചൂട് ഊഴവാ. ശാലിനി വിഷ്ണു ഭർത്താവ് മരിച്ച വിവരം അറിഞ്ഞ് സ്വയം ബോധം നഷ്ടപ്പെട്ട തെരുവിലൂടെ അവൾ ഓടും. ഇല്ലേ അവളെ ഞങ്ങൾ ഓടിക്കും. അതിനുള്ള വകുപ്പ് കൂടി ഒപ്പിച്ചിട്ടേ ഞാൻ അവനെ തട്ടു. രോഹിത് എന്നെ എന്ത് വേണേലും പറഞ്ഞോ. പക്ഷെ എന്റെ കുഞ്ഞീച്ചയും വിഷ്ണുവേട്ടനെയും പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് ആരും അനുവാദം തന്നെ? ആർക്ക് വേണോടി നിന്റെയൊക്കെ അനുവാദം? നീയേ എന്റെ അടിമയാ, അടിമ. ഞാൻ പറയുന്നത് മാത്രം കേൾക്കാൻ വിധിക്കപ്പെട്ട എന്റെ അടിമ. നീ എന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താൻ വേണ്ടി തന്നെയാ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. രോഹിത്, നിങ്ങള് നന്നാവില്ല. നിങ്ങളുടെ മനസ്സ് നിറയെ പകയാ. അത് നിങ്ങളുടെ സർവനാശത്തിനായി ഒപ്പം കൂടിയിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും നിങ്ങളുടെ ഈ ജീവിതം നിങ്ങളിൽ നിന്ന് എന്നേക്കുമായിട്ട് വിട്ടു മാറിയിരിക്കും. രോഹിത്, ഒരപേക്ഷയുണ്ട്. എന്നെ നിങ്ങൾ ഇവിടെ ഇട്ട് ചവിട്ടി താഴ്ത്തിക്കോ. പക്ഷെ പപ്പിയെ ദയവ് ചെയ്ത് ഇതിലേക്കൊന്നും വലിച്ചെഴുക്കരുത്. പത്മിനി വിഷ്ണു അങ്ങനെ പറയണേ. എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. ഞാൻ അവളെ നിന്റെ കൂടെ കൂടണമെന്ന് പറഞ്ഞത് തന്നെ എന്റെ മകളായിട്ട് ചപ്രപഞ്ചക്കാട്ടിലിട്ട് താരാട്ട് പാടാനാണെന്ന് നീ വിചാരിച്ചോ? ദ്രോഹിക്കാൻ തന്നെയാടേ, ദ്രോഹിക്കാൻ. ഈ ഒരു അന്തരീക്ഷത്തിൽ അവളെ വളർത്തി അവളുടെ ഭാവി ഇല്ലാതാക്കാൻ തന്നെയാ. ദുഷ്ടം, നിന്നോട് ദൈവം ചോദിക്കും. ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കുകയാടേ. പക്ഷെ ചോദിക്കുന്നത് വേറെ ഒരു ടോണിലാണെന്ന് മാത്രം. വല്ലവന്റെയും കൊച്ചിനെ നീ എന്തിനാടാ കൂടെ നിർത്തിയിരിക്കുന്നതെന്ന്. അപ്പേ അവരോട് ഞാൻ പറയും, മദ്യവും മരാശിയും ഒഴുകുന്ന ഈ അന്തരീക്ഷത്തിലെ വിഷ്ണുവിന്റെ മകള് വളരും. ഇല്ലെങ്കിൽ ഞാൻ വളർത്തും. തടയാൻ നിനക്കും ആവില്ല, നിന്റെ കുഞ്ഞേച്ചിക്കും ആവില്ല. എന്തിന് ഈ പറയണ വിഷ്ണുവിനും പറ്റില്ല. തടഞ്ഞാൽ സത്യാമ്മയുടെ മുന്നിലെ പപ്പിയന്റെ മോളല്ലെന്ന് എനിക്ക് പറയേണ്ടി വരും.
അപ്പൊ പിന്നെ വിഷ്ണുവിനും ശാലിനിക്കും ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടിയും കൊടുക്കേണ്ടി വരും. അമ്മയും മകനും മരുമകളും കൂടി ഒരുമിച്ച് കഴിയാൻ എന്റെ ഈ കൊച്ചു രഹസ്യം തടസ്സമാവുകയും ചെയ്യും. ഇത്രയും നാളും എന്നെ ഒളിച്ച് ഒരു രഹസ്യമായിട്ട് നിങ്ങൾ നടന്നില്ലേ? ഇനി ഈ രഹസ്യമായിട്ട് ഞാനൊന്നും നടക്കട്ടെ. ഇതിന്റെ പേരിലുള്ള ഏക ലക്ഷ്യം മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുക എന്നുള്ളതാ. എന്നിട്ടേ അതിൽ ആനന്ദം കണ്ടെത്തുകാടി. എന്റെ ഇനിയുള്ള വഴി അത് തന്നെയാടി. രോഹിത്തെ, ഞാൻ എന്റെ പപ്പി മോളെയും കൊണ്ട് എന്റെ വീട്ടിലേക്ക് പോവാ. റവന്യൂ മിനിസ്റ്റർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങോട്ടോ? എന്തോ കാര്യമായ പ്രോബ്ലം ഉണ്ട് മാഡം. മാഡത്തിനെ കാണാൻ തന്നെയാ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണോ ഞാനീ കേൾക്കുന്നത്? ഇതിലൊക്കെ വല്ല സത്യമുണ്ടോ? സാറിന് അറിയാവുന്നതല്ലേ കാര്യങ്ങള്. കുറെ അധികം നാളുകളായി എന്നെയും എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെയും ചിലർ തന്ത്രപരമായി വേട്ടയാടുക. അതിലറിയാതെ ബലിയാടായി പോവുക ഞങ്ങള്. ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം അതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ളതാ. എന്നുവെച്ചാൽ ശത്രുക്കളെ ശക്തരാക്കിക്കൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ട് പിന്മാറുന്നു. അതാണല്ലോ നിങ്ങൾക്ക് തന്നെ തുടർച്ചയായി ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിനുള്ള കാരണം. ജയിക്കുന്നവർക്കാണ് ശാലിനി എന്നും എവിടെയും സ്ഥാനം. തോൽക്കുന്നവരുടെ കൂടെ ഒരാളും കാണില്ല. എനിക്ക് പോലും ഇപ്പൊ ശാലിനിക്കൊപ്പം നിൽക്കാൻ പറ്റില്ല. സർ, വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ.